നെക്സ്റ്റ് പറയുന്ന മെറ്റാമറിസം. മെറ്റാമറിസം അറിയുന്നതാണ്. ട്രൂ മെറ്റാമറിസം ഈസ് എക്സിബിറ്റഡ് ഇൻ ദ എംബ്രിയോ ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് പെയർഡ് മീസോഡെർമൽ സോമേറ്റ്സ്. സെഗ്മെന്റേഷൻ ആണ് മെറ്റാമറിസം എന്ന് പറഞ്ഞാൽ അത് എംബ്രിയോണിക് ഘട്ടത്തിൽ ഇത് പെയർഡ് ആയിട്ടുള്ള മീസോഡെർമൽ സോമൈറ്റ്സ് കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവരിൽ ട്രൂ മെറ്റാമറിസം കാണപ്പെടുന്നുണ്ടെന്ന് പറയുന്നത്. ഇൻ ദ അഡൾട്ട് ഇൻ ദ അറേഞ്ച്മെന്റ് ഓഫ് വെർട്ടിബ്രേ, മസ്കുലാർ സിസ്റ്റം, നെർവസ് സിസ്റ്റം ഒക്കെ എന്താണ് മെറ്റാമറിസം പോലെ ഇങ്ങനെ സെഗ്മെന്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഉള്ളത്. ദെൻ ക്ലോസ് ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. Circulatory system is closed type with a chambered valvular myogenic head, tubular blood vessels and red colored blood. വിശദീകരിക്കുന്നില്ല, അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഹീമോഗ്ലോബിൻ is always found in red RBC and never in the blood plasma. എപ്പോഴും RBCയിലാണ്. ലോവറിലൊക്കെ കാണപ്പെടുന്നത് എന്താണ്, ബ്ലഡ് പ്ലാസ്മയിലാണ് ഹീമോഗ്ലോബിൻ അല്ലെ അതുപോലെ തന്നെ കളർ ചെയ്യണം അങ്ങനെയുള്ളതൊക്കെ കാണപ്പെടുന്നു പിഗ്മെന്റ്സ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് വെർട്ടിബ്രേറ്റ് ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ റെഡ് ബ്ലഡ് കോർപ്പസൽസ്, അതായത് RBCയിൽ. മോസ്റ്റ് ഓഫ് ദ ടൈം ബ്ലഡ് ഫ്ലോസ് ത്രൂ ക്ലോസ്ഡ് ബ്ലഡ് വെസൽസ് ആൻഡ് ദ കോഴ്സ് ഓഫ് ബ്ലഡ് ഫ്ലോ ഈസ് ആൾവേസ് ഫോർവേഡ് വെൻട്രലി ആൻഡ് ബാക്ക്വേർഡ് ഡോർസലി. വെൻട്രൽ ഭാഗത്ത് മുന്നോട്ടാണ് പോകുന്നത്, ഡോസൽ ഭാഗത്ത് ബാക്ക് സൈഡിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണ് ഇതിന്റെ റൂട്ട് ക്രമീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം നമുക്ക് അറിയുന്ന കാര്യമായതുകൊണ്ട് ഞാൻ വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. Massive liver and pancreas. Liver and pancreas are large and developed as outgrowth from the gut. വലിയ ലിവർ ആണ്. അതുപോലെ തന്നെ liver is an important metabolic center and the meeting point of the metabolic pathways of carbohydrate, protein and fats. അതെന്തിനുള്ളതാണ്, മെറ്റബോളിക് പാത്വേസിന്റെ മെറ്റബോളിക് സെന്റർ ആയിട്ട് ആക്ട് ചെയ്യാണ്. കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റബോളിസം, പ്രോട്ടീന്റെ മെറ്റബോളിസം, ഫാറ്റിന്റെ മെറ്റബോളിസം ഒക്കെ നടത്തുന്ന ഒരു സെന്റർ ആയിട്ട് ആക്ട് ചെയ്യാണ്. പാങ്ക്രിയാസ് ഈസ് എ ഹെട്രോക്രൈൻ ഗ്ലാൻഡ്. ഹെട്രോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ബോത്ത് എൻഡോക്രൈൻ ആൻഡ് എക്സോക്രൈൻ ആണ്. അങ്ങനെയുള്ള എന്താണ് ഡെക്റ്റ്ലെസ്സും ആണ് ഡെക്റ്റുഡും ആയിട്ടുള്ള ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് പാങ്ക്രിയാസ്. ചില ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ കുറച്ച് എന്താണ് ഡൈജഷന് വേണ്ടിയിട്ടുള്ളതൊക്കെ ചില എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് എന്താണ് എക്സോക്രൈൻ ഗ്ലാൻഡ് ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. വിത്ത് എൻസൈം സെക്രീറ്റിംഗ് എക്സോക്രൈൻ ആൻഡ് ഹോർമോൺ സെക്രീറ്റിംഗ് എൻഡോക്രൈൻ പാർട്സ്. ഇതാണ് പാങ്ക്രിയാസിന്റെ കേസ് പറയുന്നത്. Mesodermal kidneys. Vertebrate kidney is a tubular gland formed of mesodermal renal tubules and provided with a discharging duct. There are three types of kidneys, namely pronephros, mesonephros and metanephros. Pronephros is the adult functional kidney of a Myxinoidea hagfishes. നിങ്ങൾ പഠിക്കും, ഇനി മിക്സിന് നമുക്ക് പെട്രോമൈസോൺ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇവർക്ക് പ്രോനെഫ്രോസ് കിഡ്നിയാണ്, ബേസിക് ആയിട്ടുള്ള കിഡ്നിയാണ് അത്, പ്രിമിറ്റീവ് ആയിട്ടുള്ള. ദെൻ ആൻഡ് എംബ്രിയോണിക് കിഡ്നി ഓഫ് അതർ വെർട്ടിബ്രേറ്റ്. ഈ വെർട്ടിബ്രേറ്റ്സിലെ എംബ്രിയോണിക് ഘട്ടങ്ങളിൽ ഈ പ്രോനെഫ്രോസ് കിഡ്നിയാണ് കാണപ്പെടുന്നത്. ദെൻ കുറച്ചും കൂടി അഡ്വാൻസ് ആയി കഴിഞ്ഞ ഓർഗാനിസത്തിൽ മീസോനെഫ്രോസ് കിഡ്നി ഈസ് എ അഡൾട്ട് ഓഫ് ഫങ്ഷണൽ കിഡ്നി ഓഫ് അനാംനിയ ആൻഡ് ദ എംബ്രിയോണിക് കിഡ്നി ഓഫ് ആംനിയോട്ട്. Metanephros is the adult functional kidney of amniote. കുറച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളാണ് മെറ്റാനെഫ്രോസ്. അത് ഫങ്ഷണൽ കിഡ്നി ഓഫ് ആംനിയോട്ട്. ആംനിയോട്ട് ആയിട്ടുള്ള ഓരോന്നും നമ്മൾ പറയും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ക്ലാസിഫിക്കേഷൻ പറയുന്ന സമയത്ത്. ഇൻ മെയിൽ വെർട്ടിബ്രേറ്റ്സ് ജെനൈറ്റൽ പ്രൊഡക്റ്റ് ആർ യൂഷ്വലി ഡിസ്ചാർജ് ബൈ ഡെക്സ് ഓഫ് റീനൽ സിസ്റ്റം. വെർട്ടിബ്രേറ്റിന്റെ മെയിൽസിൽ അവരുടെ ജെനൈറ്റൽ പ്രൊഡക്റ്റ് ഒക്കെ പുറത്തേക്ക് കളയുന്നത് ഏത് വഴിയാണ്, അതിന്റെ റീനൽ സിസ്റ്റം വഴിയാണ് പോകുന്നത്. Schizocelic coelom. Coelom in vertebrate is schizocelic, formed by the splitting of mesoblast. Mesoblast split ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സീലം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഷൈസോസീലിക് സീലം എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഓഫ് എ ന്യൂറൽ ക്രസ്റ്റ്. Neural crust is a special type of embryonic tissue formed in vertebrate. It gives rise to several new structures in head region, especially the sense organs. Then, neural crust is an independent germ layer on par with the ectoderm, mesoderm and endoderm.
It is on a, it is not an ectodermal. Derivatives are formally believed. Thus, in the strict sense, vertebrates are not triploblastic but are tetrablastic. ഇത് ന്യൂറൽ ക്രസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഇതൊരു എംബ്രിയോണിക് ഘട്ടത്തിൽ കാണപ്പെടുന്ന ഒരു ടിഷ്യൂ ആണ്. അത് വെർട്ടിബ്രേറ്റിലാണ് കാണപ്പെടുന്നത്. ഇത് കുറേ അധികം നമ്മുടെ എന്താ പറയാ ഹെഡ് റീജിയണിലും അതുപോലെ സെൻസ് ഓർഗൻസിന്റെ ഒക്കെ പല ഭാഗങ്ങളും ഇതിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതൊരു പ്രത്യേക ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജേം ലെയർ ആണ്. എക്ടോഡേമും മീസോഡേമും എൻഡോഡേമും ഒന്നും അല്ലാത്ത ന്യൂറൽ ക്രസ്റ്റ് എന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു റീജിയൻ ആണ്. ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് ഇത് എക്ടോഡേമിന്റെ ഭാഗമാണ്. ന്യൂറൽ ക്രസ്റ്റ് എന്ന് പറഞ്ഞ എക്ടോഡേം എന്ന് ഡിറൈവ് ചെയ്തെന്നാണെന്നുള്ളത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇവർ ടെട്രാബ്ലാസ്റ്റിക് ആയിട്ട് നമുക്ക് പറയാം. സാധാരണ നമ്മൾ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയും. എക്ടോഡേമും മീസോഡേമും എൻഡോഡേമും ഉള്ള എംബ്രിയോണിക് ഘട്ടത്തിൽ കാണിക്കുന്ന ജീവികളെ. അപ്പോൾ വെർട്ടിബ്രേറ്റിന്റെ കേസിൽ ന്യൂറൽ ക്രസ്റ്റും കൂടി കൂട്ടുമ്പോൾ അത് ഒരു ടെട്രാബ്ലാസ്റ്റിക് ആണെന്ന് പറയേണ്ടി വരും. Tripartite brain. The brain of vertebrate is large and primarily three segmented with forebrain, midbrain and hindbrain. മൂന്നും കൂടി പറയുന്നതാണ് ട്രൈപാർട്ടേറ്റ് ബ്രെയിൻ എന്ന് പറയും. ഇത് മൂന്നും കാണപ്പെടും. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഓക്സിജൻ കോംപ്ലക്സ്. ഓക്സിജൻ കോംപ്ലക്സ് അല്ലെങ്കിൽ ഹോമിയോബോക്സ് എന്ന് പറയും. ഇസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് മോസ്റ്റ് ആനിമൽ വിത്ത് ദ ഇൻക്രീസിംഗ് ദ എവല്യൂഷണറി കോംപ്ലക്സിറ്റി ഓഫ് ഓർഗാനിസം. There happens an increase in their genetic material also. And in vertebrates, this trend has reached the maximum with the doubling of the homeobox gene sequences. ഇങ്ങനെ ഡെവലപ്മെന്റ് കൂടുമ്പോൾ ജനറ്റിക് മെറ്റീരിയൽ കൂടുമെന്നാണ് പറയുന്നത്. അത് എന്താണ് ഹോമിയോബോക്സ് ജീനില് അത് ജീൻ സീക്വൻസിൽ അങ്ങനെ കാണപ്പെടുന്നുണ്ട് ആ ട്രെൻഡ്. അതുകൊണ്ട് ഇതും അതിന്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് പറയാനുള്ളത് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ പ്രിമിറ്റീവ് കോഡേറ്റ് ആൻഡ് പ്രിമിറ്റീവ് വെർട്ടിബ്രേറ്റ്. എന്താണ് കോഡേറ്റും വെർട്ടിബ്രേറ്റും തമ്മിലുള്ള വ്യത്യസ്തങ്ങൾ വരുന്നത്. ഇനി പ്രിമിറ്റീവ് കോഡേറ്റ് ആണെങ്കിൽ നോട്ടോകോഡ് എക്സ്റ്റെൻഡ് ടു ദ ആന്റീരിയർ ടിപ്പ് ഓഫ് ദ ബോഡി. നമ്മൾ പറഞ്ഞു സെഫലൈറ്റ് കോഡേറ്റിലൊക്കെ അങ്ങനെയാണെന്ന്. അത് ഇവിടെയാണെങ്കിൽ എന്താണ് നോട്ടോകോഡ് ഒരിക്കലും എന്ത് ചെയ്യൂല, എക്സ്റ്റെൻഡ് ചെയ്ത് പോവില്ല. വെർട്ടിബ്രൽ കോളം ആർ ആബ്സെന്റ്. വെർട്ടിബ്രൽ എലമെന്റ്സ് ആർ പ്രസന്റ് അറൌണ്ട് ദ നെർവ് കോഡ്. വെർട്ടിബ്രൽ എലമെന്റ്സ് ആബ്സെന്റ് ആണ്. ഇവിടെ നമുക്കറിയാം നോട്ടോകോഡ് ആണ് കാണപ്പെടുന്നത്. ഇവിടെ എന്താണ് നെർവ് കോഡിന്റെ ചുറ്റും എന്തുണ്ട്, ഈ വെർട്ടിബ്രൽ എലമെന്റ് ഉണ്ട്. അതായത് നമ്മുടെ നട്ടെല്ല് കാണുന്നില്ലേ, ആക്ഫിഷ്യസിൽ മാത്രമേ എക്സെപ്ഷനിൽ പറയുന്നുള്ളൂ. ക്രാനിയം ആൻഡ് സെൻസ് ക്യാപ്സ്യൂൾ ആബ്സെന്റ്. ഇവിടെ ക്രാനിയും സെൻസ് ക്യാപ്സ്യൂൾസും പ്രസന്റ് ആണ്. സെൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞ ഓർബിറ്റ് ഒക്കെ കണ്ണൊക്കെ ഇരിക്കുന്ന ഒരു കുഴിയിലാണ്. അതിന്റെ ചുറ്റും എല്ലുകളുണ്ട്. അതിന്റെ ഒരു കുഴിയാണ് എല്ലുകൾ കൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതിനെയാണ് നമ്മൾ ഈ അങ്ങനെയുള്ള സെൻസ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഓരോ ഓർഗൻസ് നിൽക്കുന്ന സെൻസ് ഓർഗൻസ് സ്ഥിതി ചെയ്യുന്ന ഭാഗങ്ങളിൽ. സിമ്പിൾ ബ്രെയിൻ ആൻഡ് സിമ്പിൾ സെൻസറി റിസെപ്റ്റേഴ്സ്. ട്രൈപാർട്ടേറ്റ് ബ്രെയിൻ ആൻഡ് മൾട്ടി സെല്ലുലാർ സെൻസറി റിസെപ്റ്റേഴ്സ്. വിശദീകരിക്കുന്നില്ല, അറിയുന്ന കാര്യങ്ങളാണ്. നോൺ മസ്കുലർ ഫാരിഞ്ചിയൽസ് വാള്, ഹൈലി മസ്കുലർ ഫാരിഞ്ചിയൽ വാള്, മസ്കുലർ ഫാരിഞ്ചിയൽ വാളാണ് കാണപ്പെടുന്നത്. ന്യൂമറൽസ് ഗിൽ സ്ലിറ്റ്സ് ആൻഡ് ഗിൽ ആർച്ചസ് ഇൻ ദ ഫാരിഞ്ചിയൽ വാള്. ഫ്യൂവർ ഗിൽ സ്ലിറ്റ്സ് ആൻഡ് ഗിൽ ആർച്ചസ് ഇൻ ദ ഫാരിഞ്ചിയൽ വാള്. Then gill arches are specialized for filter feeding. ഇവിടെ gill arches റെസ്പിറേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഫിൽറ്റർ ഫീഡിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. Then water is moved over the gill arches by ciliary action. gill arches വെള്ളം കയറുന്നത് സീലിയറി ആക്ഷൻ വഴിയാണ്. ഇവിടെ മസ്കുലർ ആക്ടിവിറ്റിയാണ് കാണപ്പെടുന്നത്. നോൺ മസ്കുലർ ഗട്ട് വാൾ ഫുഡ് പാസേജ് ഇസ് ബൈ സീലിയറി ആക്ഷൻ. ഈ ലോവർ ഇതിലൊക്കെ സീലിയറി ആക്ഷൻ വഴിയാണ് ഫുഡ് പാസ് ചെയ്യുന്നത്. ആ സമയം മസ്കുലർ ഗട്ട് വാളില് മസ്കുലർ പെരിസ്റ്റാൾസിസ്, നമ്മളെ മൂവ്മെന്റ് ഇല്ലേ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ പോകുന്ന അതിന് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോഴൊക്കെ ഉള്ള ആ മൂവ്മെന്റിന് മസിൽസ് അയഞ്ഞു കൊടുത്താണ് പോകുന്നത്. അതിനെയാണ് മസ്കുലർ പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. ഓക്കെ.
Definite liver and pancreas absent. ഇവിടെ liver and pancreas present. True heart absent, but there are contracted vessels ആണ് കാണപ്പെടുന്നത്. ഇവിടെ ഹാർട്ട് പ്രസന്റ് ആണ്, ഓപ്പൺ സർക്കുലേറ്ററി ആണ്, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്, RBC ആബ്സെന്റ്, ബ്ലഡ് ഈസ് നോട്ട് സ്പെസിഫിക്കലി ഇൻവോൾവ്ഡ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. അതിന് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഇല്ല കാര്യമായിട്ട്. ഇവിടെ മെയിൻലി ഗ്യാസ് ട്രാൻസ്പോർട്ട് ആണുള്ളത്. RBC ഉണ്ട്. സ്പെഷ്യലൈസ്ഡ് മീസോഡെർമൽ കിഡ്നി ആബ്സെന്റ്. ഇവിടെ മീസോഡെർമൽ കിഡ്നി പ്രസന്റ് ആണ്. മീസോഡെർമൽ കിഡ്നി പറഞ്ഞാൽ കിഡ്നി ഒറിജിനേറ്റഡ് ഫ്രം മീസോഡെർമൽ, അതാണ് പറയുന്നത്. Then body fluid is isotonic to sea water around and no need of osmotic and ionic regulation. എവിടെ സീ വാട്ടറിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതേ കോൺസെൻട്രേഷനിലുള്ള ബോഡി ഫ്ലൂയിഡ് ആണ് ഉണ്ടാവുക. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പ്രശ്നം വരില്ല, അയോണിക് റെഗുലേഷൻസിന്റെ ആവശ്യമൊന്നും വരില്ല, എക്സോസ്മോസിസ് എൻഡോസ്മോസിസ് ഒന്നും നടക്കില്ല ഇവിടെ. ആ സമയം ഇവിടെ എന്താണ്, സറൗണ്ടിങ് മീഡിയത്തിന്റെ പോലെയല്ല, ഫിഷസിൽ എക്സെപ്ഷൻ ഉണ്ട്. കിഡ്നി ആർ ഇമ്പോർട്ടന്റ് ഓസ്മോട്ടിക് ആൻഡ് അയോണിക് റെഗുലേഷൻസ് നടത്തുന്നത് കിഡ്നിയാണ് ചെയ്യുന്നത്. ലാറ്ററൽ ഫിൻസ് ഓർ അപ്പൻഡേജസ് ആബ്സെന്റ്, ലാറ്ററൽ ഫിൻസ് പ്രസന്റ്.